കപ്പ എലിശ്ശേരി ഉണ്ടാക്കാം. അപ്പോൾ അതെങ്ങനെയെന്ന് നോക്കാം. ഇതിലേക്ക് നമ്മൾ 1/2 കിലോ കപ്പ ചെറിയ കഷ്ണങ്ങളായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേവാൻ ആവശ്യമായ വെള്ളം 1 കപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ച് കുക്കർ അടച്ചു കൊടുക്കാം. ഇതിൻ്റെ ആദ്യത്തെ ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ, ഒരു വിസിൽ വരണം എന്നില്ല, അതിന് മുന്നേ നമുക്ക് തുറന്നിട്ട് ഇതിൻ്റെ ആ വെള്ളം കളയണം കേട്ടോ, ആ കട്ട് കളയണമല്ലോ. അപ്പോൾ ഒന്നങ്ങ് തിളച്ച് വരട്ടെ, വിസിൽ വരണ്ട കേട്ടോ. അതിന് മുന്നേ നമുക്ക് ആ വെള്ളം ഊറ്റി കളയണം. എന്നിട്ട് നമുക്ക് വേറെ വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടി വേവിക്കാനുണ്ട്. അപ്പോൾ ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ദേ നന്നായിട്ട് തിളച്ച് കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ഇതിലത്തെ വെള്ളം മാറ്റാം, ഈ വെള്ളം കളയാം. അപ്പോൾ ദേ വെള്ളമൊക്കെ നമ്മൾ കളഞ്ഞു. ഇനി വീണ്ടും നമുക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് വേവിച്ച് ഉടയ്ക്കണം കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒപ്പം ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, കപ്പയിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. വീണ്ടും നമുക്ക് ഒരു 2 വിസിൽ വരെ വേവിച്ചെടുക്കാം കേട്ടോ. നന്നായിട്ട് വെന്തുടച്ചെടുക്കാം. സ്റ്റൗ കത്തിക്കും. അപ്പോൾ ഇതിരുന്നാവട്ടെ. നമ്മുടെ കപ്പ വേവുമ്പോഴേക്കും ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം. നമ്മൾ 1/2 കിലോ കപ്പയല്ലേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ വളരെ കുറച്ച് തേങ്ങ, ഏകദേശം 1/2 കപ്പ് തേങ്ങ, ഒരു 3 അല്ലി വെളുത്തുള്ളി, 3 പച്ചമുളക്, എരിവ് ഓരോരുത്തരുടെയും പാകം നോക്കിയിട്ടൊക്കെ ചേർക്കുക കേട്ടോ. ഒരു തണ്ട് കറിവേപ്പില, ഒരു 1/4 ടീസ്പൂണോളം സാദാ ജീരകം ഉണ്ടല്ലോ, ചെറിയ ജീരകം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒന്ന് ചതച്ചെടുത്താൽ മതി. വെള്ളം ഇല്ലെങ്കിൽ തീരെ അരഞ്ഞില്ലെങ്കിലോ എന്ന് കരുതിയിട്ടാട്ടോ ഞാൻ ഒരു നുള്ളു വെള്ളം ഒഴിച്ചത്. ഇനി ഒന്ന് ചതച്ചെടുക്കാം. ഒരു കാര്യം വിട്ടുപോയി കേട്ടോ, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം. ശരിക്കും ഇതിൽ വെള്ളത്തിൻ്റെ ആവശ്യമില്ല, അരഞ്ഞില്ലെങ്കിലോ എന്ന് കരുതിയിട്ട് ഒരു നുള്ളു വെള്ളം ഒഴിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. ഇനി ഇതൊന്ന് ചതച്ചെടുക്കാം. നമ്മൾ എരിശ്ശേരിയുടെ പാകത്തിന് ചതച്ചെടുക്കാം. അപ്പോൾ ദേ നമ്മുടെ തേങ്ങ ഒന്നങ്ങ് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ചതക്കുക എന്ന് പറഞ്ഞാൽ ആ ജീരകമൊക്കെ ഒന്ന് അരഞ്ഞ് കിട്ടണം, എന്നാൽ ഒത്തിരി മയത്തിൽ അരഞ്ഞു പോകാനും പാടില്ല. ആ രീതിയിൽ വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇത് റെഡിയായി കഴിഞ്ഞു. ഇനി നമ്മുടെ കപ്പ വെന്ത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അത് തുറന്ന് നോക്കാം. അപ്പോൾ ദേ നമ്മുടെ കപ്പ നല്ല പോലെ വെന്തിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ വറ്റി ഇതേ പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ഈ മിക്സറുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതുകൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 1/2 കപ്പോളം കാണും. ഇനി നമുക്ക് സ്റ്റൗ കത്തിക്കാം. ഞാനിപ്പോൾ പച്ചമുളകല്ലേ ചേർത്തിരിക്കുന്നത്, അത് കാന്താരി മുളക് ഉണ്ടെങ്കിൽ അത് ചേർത്തിക്കോളൂ കേട്ടോ, കുറച്ചുകൂടി ടേസ്റ്റ് കൂടും. ഇനി ഒരു തിള വന്നാൽ മതിയാവും. ഉപ്പൊക്കെ ഇപ്പോൾ കറക്റ്റാണോ നോക്കാം. ഉപ്പെല്ലാം കറക്റ്റ് കേട്ടോ. അപ്പോൾ ഒരു തിള വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓഫാക്കാം. കുറച്ചുകൂടെ വെള്ളം വേണം തോന്നുന്നു. കപ്പയല്ലേ, ഇതെന്തായാലും ഇങ്ങനെ തിക്കാവും കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും ഒരു 1/2 കപ്പ് കൂടി ഒഴിച്ചിട്ടുണ്ട്. നിങ്ങൾ ഏകദേശം 1 കപ്പ് വെള്ളം ഒഴിച്ചോളൂ കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് ഉപ്പും ചേർത്തിയിട്ടുണ്ട്. ഇനി നമുക്കത് ഒന്നങ്ങ് തിളച്ച് കഴിഞ്ഞാൽ ഇറക്കി വയ്ക്കാം. ഇത്രയും മതി, തിള വന്നു. ഇനി നമുക്കിതിലേക്ക് വറവിടാം. ചട്ടി നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ല പോലെ ചൂടായി കഴിയുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഒരു വറ്റൽമുളക് ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടിച്ചിട്ടാം. ഒപ്പം നമുക്കൊരു തണ്ട് കറിവേപ്പില കൂടി ചേർക്കാം. കറിവേപ്പിലയിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ, അതാണ് അതാകെ പൊട്ടലും ചീറ്റലും ആയിട്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ ചെരുവിയത് ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ചെറിയൊരളവിലല്ലേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം ചേർക്കാം. ഇനി നന്നായിട്ടങ്ങ് വറുത്തെടുക്കാം. തേങ്ങ ഉണ്ടല്ലോ, നല്ല ബ്രൗൺ കളർ ആവുന്നിടം വരെ വറുത്തെടുക്കാം. ഇത്രയും മതി കേട്ടോ. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഇത് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കപ്പ എരിശ്ശേരിയാണ്.
കഞ്ഞിയുടെ കൂടെയും അതല്ലാതെ ഇത് തനിയെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുത്. വീണ്ടും നല്ല നല്ല റെസിപ്പിയുമായി വരുന്നതായിരിക്കും. ബായ്.